ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ കല്യാണ പർച്ചേസിങ്ങിൻ്റെ. അങ്ങനെ ഗ്രൂമിൻ്റെ ഉമ്മയും സിസ്റ്ററും കൂടെ ഞങ്ങളെ വീട്ടിലോട്ട് എടുക്കാൻ വന്നു. അങ്ങനെ ഞാനും അമ്മായും കൂടെ അവരുടെ കൂടെ ഫസ്റ്റ് ഗോൾഡൻ കപ്പിലോട്ടാണ് കേട്ടോ പോകുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ബ്രൈഡിനുള്ള ഓർണമെൻറ്റ്സ് എടുക്കുന്നത് കേട്ടോ. ബാക്കി കൂടെ ഉള്ളവരൊക്കെ അവിടെ എത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എത്തിയപ്പോഴേക്കും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നും നമ്മൾ ഗ്രൂമിന്റെ സിസ്റ്ററിനെ തന്നെയാണ് കേട്ടോ ട്രയലിന് വേണ്ടിയിട്ട് ഇരുത്തിയേക്കുന്നത്. ആൾക്ക് ബ്ലൗസും കാര്യങ്ങളൊക്കെ ലൂസായിരുന്നുണ്ടെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇരുത്തിയേക്കുന്നത്. പിന്നെ ഈ ലെഹങ്കയുടെ ബ്ലൗസിന് നല്ല വൈഡ് നെക്കായിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലെങ്ത്തുള്ള ചെയിൻ എടുക്കാണ്ട് തന്നെ നെക്ക് പീസ് മാത്രം എടുക്കാന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ, പ്ലാനിങ്ങിലാണ് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ 2 നെക്ക് പീസ് എടുത്തു, ഒരു ചോക്കറും പിന്നെ ഒരു നെക്ലേസ് നിങ്ങൾ ഈ കാണുന്ന പോലത്തത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ 2 നെക്ക് പീസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളത് കൺഫേം ആക്കി. പിന്നെ ഞങ്ങൾ സെലക്ട് ആക്കിയിരുന്നത് ബാംഗിൾസ് ആയിരുന്നു കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ബാംഗിൾസ് ഒക്കെ സെലക്ട് ആക്കി നോക്കി. പിന്നെ ഒരു ഹാൻഡ് ചെയിൻ വേണമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കൈമലൊന്നെന്ന് പറയും, ബാക്കിയുള്ളവരുടെ അവിടെ എന്താണെന്ന് പറയാമെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഒരു കയ്യിലോട്ട് ഒരു കൈമലൊന്നും പിന്നെ ഒരു കയ്യിലോട്ട് നല്ല ഹെവി ആയിട്ടുള്ള ഒരു റിങ് എടുക്കാമെന്നാണ് കേട്ടോ പ്ലാൻ ആക്കിയത്. അങ്ങനെ നമ്മൾ ഈ കാണുന്നതൊക്കെയാണ് കേട്ടോ സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നത്. ചുട്ടി, വള, നെക്ലേസ്, പിന്നെ കൈമലൊന്ന്, കമ്മല്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ സെലക്ട് ആക്കി വെച്ചിട്ടോ. ഇതൊക്കെ നമ്മൾ നല്ലോണം ടൈം എടുത്തിട്ട് സെലക്ട് ആക്കി വെച്ചതായിരുന്നു കേട്ടോ. പക്ഷെ പിന്നീടൊരു പണി ഇട്ടിട്ടുണ്ടായിരുന്നു. ബ്രൈഡിന് റെഡ് ലെഹങ്ക ആയതുകൊണ്ട് തന്നെ ഗ്രീന് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചത് മാറ്റിയിട്ട് ഇതാ ഈ ഒരു സെറ്റാണ് കേട്ടോ അവർ പിന്നീട് വന്നിട്ട് ചേഞ്ച് ആക്കിയിട്ട് ഓർഡർ ആക്കിയത്. പിന്നെ നമ്മൾ നേരെ പോയത് ഡ്രസ്സ് അടിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഡിസൈൻ ആക്കി കൊടുക്കുന്നതെന്നുള്ളത്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, ഇതിൻ്റെ ഔട്ട്കം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമുക്കത് അടിച്ച് കിട്ടുമ്പോഴാണല്ലോ ഒരു സമാധാനം കിട്ടുക അല്ലേ. നമ്മൾ പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ ആ ഡ്രസ്സ് ആ ഡിസൈനായിട്ട് വരുമ്പോഴേ ഒരു ആശ്വാസമാണല്ലോ. ഇനി ഇവർ ഈ ഡ്രസ്സ് ഇട്ട് കണ്ടാലേ എനിക്കൊരു സമാധാനം ആവുള്ളൂ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ മരുപ്പച്ചയിലോട്ടാട്ടോ വന്നത്. ഇവിടെ കരിക്കിന് നല്ല ഫേമസ് ആണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഒരു 5 കരിക്ക് ജ്യൂസ് വാങ്ങിച്ചു. പിന്നെ ഇതാ നല്ല മാങ്ങ ഇരിക്കുന്നത് കണ്ടപ്പോൾ അതൊരു കിലോ വാങ്ങിച്ചിട്ടോ. വീട്ടിൽ ഉമ്മ ഉണ്ടായിരുന്നു, അപ്പോൾ ഉമ്മാക്കും കൂടെ ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴേക്കും ഉമ്മ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാത്തുവിനെ റെഡിയാക്കിയിട്ട് ഞങ്ങൾ നേരെ പോയത് ആദ്യം ഉമ്മാക്ക് പല്ല് കാണിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡെന്റൽ ഡോക്ടർ അടുത്തേക്കാണ് നമ്മൾ ആദ്യം പോയത്. അവിടെ പോയി ഇരുന്നപ്പോൾ പാത്തു ഓക്കെ ആയിരുന്നു കേട്ടോ. ഫാന് സൈഡിൽ തന്നെ ഉണ്ടായതുകൊണ്ട് ആൾക്ക് നല്ല കാറ്റുണ്ടായതുകൊണ്ടാണ് തോന്നുന്നു ആള് നല്ല മൂഡിലായിരുന്നു. പിന്നെ മോന്റെ ഫേസ് നോക്കണ്ട കേട്ടോ, അതിൻ്റെ അടുത്ത് ചീത്ത കിട്ടിട്ട് ഇരിക്കുന്ന ഇരിപ്പാണ്. പാത്തിന് അവിടെ നിന്ന് കളിക്കാൻ കിട്ടിയതുകൊണ്ട് അവൾ അങ്ങനെ അത് കളിച്ചിരുന്നു. അങ്ങനെ ഉമ്മാനെ കാണിച്ച് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി നേരെ പോകേണ്ടത് പാത്തുവിനെ കൊണ്ട് നമുക്ക് ശാബുദാങ്ങൾ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പാത്തു ജനിച്ചപ്പോൾ തന്നെ അവൾക്ക് ബ്ലഡിൻ്റെ കൗണ്ട് കുറയുന്ന ഒരു ഇഷ്യൂ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നമ്മളങ്ങനെ എമർജൻസി ആയിട്ട് മിംസിൽ കൊണ്ടുപോയിട്ട് ബ്ലഡ് കയറ്റി പിന്നെ ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ അത് മാറിയെന്നല്ല കൗണ്ട് കൂടാൻ തുടങ്ങിയത് കേട്ടോ. ഡെലിവറി ടൈമിൽ കുറവായിട്ടാണ് ഇഞ്ചക്ഷൻ വെച്ചിട്ടാണ്. കൗണ്ട് 5 സംതിങ് ആയിരുന്നു കേട്ടോ അവള് ഡെലിവറി ടൈമിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറഞ്ഞ് അങ്ങനെ വരികയായിരുന്നു കേട്ടോ. അങ്ങനെ ഇനി അത് 14 ആകുന്ന വരെ നമ്മൾ ചെക്ക് ചെയ്യണം എന്നാണ്. അപ്പോൾ മന്ത്ലി നമ്മൾ വന്നിട്ട് ഇത് ചെക്ക് ചെയ്യണം കേട്ടോ. ഇത് ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല എന്നാണ് കൗണ്ട്. 14 ആവുന്ന വരെ ചെക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ മന്ത്ലി വരുന്നത് കൊണ്ട് തന്നെ അവളുടെ കൈ പിടിക്കുമ്പോൾ തന്നെ അവൾക്ക് കാര്യം മനസ്സിലാവും കേട്ടോ, ഇഞ്ചക്ഷൻ വെക്കാനാന്നുള്ളത്. അവൾ അപ്പം തന്നെ കരച്ചിൽ തുടങ്ങി. അത് കഴിഞ്ഞാൽ പിന്നെ ആൾ ഓക്കെ ആവും കേട്ടോ. പക്ഷെ ആ സമയത്ത് അവൾക്ക് ഭയങ്കര കരച്ചിലുണ്ടാവുക. സാധാരണ ഉമ്മാൻ്റെ അടുത്താണ് കേട്ടോ കരച്ചിൽ വന്നാൽ അവൾ നിൽക്കാറുള്ളത്. ഇന്ന് ഉമ്മാൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഞാനെടുത്തപ്പോഴും അവൾ ഭയങ്കര കരച്ചിൽ തന്നെ ആയിരുന്നു കേട്ടോ. ഇന്ന് നല്ല വേദന എന്നാണ് തോന്നുന്നത്. അങ്ങനെ അവരാ ഇതൊക്കെ ഒട്ടിച്ച് തന്നു, പ്ലാസ്റ്ററൊക്കെ. എന്നിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ.
അങ്ങനെ ബാത്തുവിൻ്റെ കഴിഞ്ഞു, അത് ടെസ്റ്റിന് കൊടുത്തു കേട്ടോ. പിന്നെ ഉണ്ടായിരുന്ന ഇഞ്ചക്ഷൻ എനിക്കായിരുന്നു. അങ്ങനെ എൻ്റേതും കഴിഞ്ഞു. അപ്പോഴേക്കും ബാത്തുവിൻ്റെ റിസൾട്ട് കിട്ടി കേട്ടോ. മാഷാഅല്ലാഹ് കുഴപ്പമൊന്നുമില്ല, കൗണ്ട് കൂടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അപ്പോഴേക്കും എനിക്ക് വിശക്കാൻ തുടങ്ങി. കാരണം ഞാനും മോനും ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഒരു ജ്യൂസല്ലേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടുത്തെ ക്യാൻറ്റീനിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് പോവുമായിരുന്നു കേട്ടോ. ഉപ്പ പുറത്തായിരുന്നു. അങ്ങനെ ഉപ്പാനെ വിളിച്ച് ഉപ്പ അങ്ങോട്ട് വന്നു. കാക്കിട്ടാലല്ലേ, അല്ലെങ്കിൽ ഉപ്പാനെ എവിടെ കണ്ടാലും അവിടുന്ന് ചാടി കയറുന്ന ആളാണ് കേട്ടോ. പക്ഷെ ഉപ്പ ഈ കാക്കി ഷർട്ട് ഇട്ടാലേ അവൾക്ക് പോകാൻ കുറച്ച് മടിയാണ്. അതാണ് ഉമ്മ പറയണത്. അങ്ങനെ ഞങ്ങൾ മസാല ദോശയൊക്കെ കഴിച്ചു. ഇവിടുത്തെ മസാല ദോശ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകാൻ ഇറങ്ങി. അങ്ങനെ പോകുന്ന വഴി നമ്മൾ ലീമിൽ ഇറങ്ങിട്ടോ. ഇവിടുന്ന് കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഷുഗർലെസ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ പാത്തുവിന് അതാണ് കൊടുക്കാറ്. പാത്തുവിന് ഇതുവരെ ഷുഗർ ഐറ്റംസ് ഒന്നും കൊടുക്കാറില്ല കേട്ടോ. പക്ഷെ ഇത് എനിക്ക് കൊടുക്കുന്നത് ഇഷ്ടമാണ്. അങ്ങനെ അവളത് കഴിക്കാറുണ്ട്. അങ്ങനെ അതും വാങ്ങിച്ചു. നമ്മൾ അവിടുന്ന് ഇറങ്ങിട്ടോ. അവിടുന്ന് നേരെ വെജിറ്റബിൾ കിട്ടുന്ന ഷോപ്പിലോട്ടാണ് കേട്ടോ പോയത്. വീട്ടിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചു. അപ്പോഴേക്കും പാത്തും മോനൊക്കെ ഇരുന്ന് ഇടങ്ങറാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് വീട്ടിലേക്ക് എത്തിയാൽ മതി എന്നുള്ളതായിട്ടുണ്ടായിരുന്നു. പാത്തു ആണെന്നുണ്ടെങ്കിൽ കിടന്ന് കരയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ വാങ്ങിച്ച് വീട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.